എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇത് എനിക്ക് വന്ന ഒരു കമൻറ്റാണ്. ഞാൻ ആ കമൻറ്റിന് കൊടുക്കുന്ന ഒരു മറുപടിയാണ് ഈ ഒരു വീഡിയോയിലൂടെ. ശരിക്കും ഈ ഒരു കമൻറ്റ് ഞാൻ വായിച്ചപ്പോൾ ഈ കമൻറ്റിൻ്റെ മറുപടി തിരിച്ചൊരു റീപ്ലൈ ആയിട്ട് എഴുതിയിടണ്ട എന്ന് എനിക്ക് തോന്നി. വിശദമായിട്ട് തന്നെ കൊടുത്തേക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു കമൻറ്റ് ഞാനിങ്ങനെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് കമൻറ്റ്. കമൻറ്റിൻ്റെ ID ദേ ഇതാണ്, കണ്ടല്ലോ. സ്ലീപ്പി ബ്ലാക്ക് ബെറീസ് എന്നാണ് പറയുന്നത്. 44 മിനിറ്റാണ് ആയത് ഈ പഹയൻ വന്ന് കമൻ്റ് ഇട്ടിട്ട്. സ്ലീപ്പി ബ്ലാക്ക് ബെറി. അപ്പോൾ ഇത് ഒരു ആൾ ഇങ്ങനെ ഇരിക്കുന്നതാണ് ഇതിൻ്റെ പ്രൊഫൈൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു ഒരു വർഷം മുമ്പ് തുടങ്ങിയ ഒരു യൂട്യൂബ് ചാനലാണ്. പക്ഷേ ഇത് അവർ യൂസ് ചെയ്തിട്ടില്ല, അതിലൊരു വീഡിയോ പോലും ഇല്ല. ഒരു ഫേക്ക് ആണെന്നാണ് എനിക്ക് തോന്നിയത്. പക്ഷേ ഈ ഒരു വീഡിയോ വന്നത് തട്ടം ഉപേക്ഷിച്ചത് ശ്രീകൃഷ്ണ ജയന്തിക്ക് ഗുരുവായൂർ കയറി പറ്റാനാണ് എന്നുള്ള രീതിയിലൊരു ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, നമ്മുടെ ജസ്ന സലീമിനെ പറ്റിയിട്ട്. വ്യക്തമായിട്ട് തന്നെ പറയുന്നതിലൊരു തെറ്റുമില്ല. അപ്പോൾ അങ്ങനെ ഞാനൊരു ചെറിയൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു ഷോർട്ട് വീഡിയോ. അപ്പോൾ അതിൻ്റെ അടിയിൽ വന്ന കമൻറ്റാണ് ഞാൻ ഈ വായിക്കാനായിട്ട് പോകുന്നത്. നിങ്ങൾ ഇത് ആർക്ക് വേണ്ടിയാണ് ഡ്രാമ ഇറക്കുന്നത്? ഞാൻ ആദ്യം ആ കമൻറ്റ് മുഴുവനായിട്ടും വായിച്ചതിന് ശേഷം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാനതിന് മറുപടി കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഇത് ആർക്ക് വേണ്ടിയാണ് ഡ്രാമ ഇറക്കുന്നത്? നിങ്ങൾ ഇത് ആർക്ക് വേണ്ടിയാണ് ഈ ഡ്രാമ ഇറക്കുന്നത്? ആവശ്യമുണ്ടോ നിങ്ങൾക്ക്? ആരെങ്കിലും കാശ് തന്ന് നിങ്ങളെ കൊണ്ട് പറയിപ്പിച്ചതാണെങ്കിൽ അങ്ങനെ. പക്ഷേ ഇപ്പോഴും ഞാൻ ഒന്ന് ഉറപ്പിച്ചു പറയാം, നിങ്ങളുടെ ജാതിക്കും നിങ്ങളുടെ മതത്തിനും വേണ്ടിയല്ല നിങ്ങൾ ഈ പറയുന്നത്. എന്തൊക്കെയാണ് എഴുതിയിരിക്കുന്നത്? ഒന്നും വ്യക്തമല്ല കേട്ടോ എഴുതിയിരിക്കുന്നത്. ഞാൻ ഒന്നുകൂടി വായിക്കാം, എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല. നിങ്ങളിത് ആർക്ക് വേണ്ടിയാണ് ഡ്രാമ ഇറക്കുന്നത്? നിങ്ങളിത് ആർക്ക് വേണ്ടിയാണ് ഡ്രാമ ഇറക്കുന്നത്? ആവശ്യമുണ്ടോ നിങ്ങൾക്ക്? ആരെങ്കിലും കാശ് തന്ന് നിങ്ങളെ കൊണ്ട് പറയിപ്പിച്ചതാണെങ്കിൽ അങ്ങനെ. പക്ഷേ ഇപ്പോഴും ഞാൻ ഒന്ന് ഉറപ്പിച്ചു പറയാം, നിങ്ങളുടെ ജാതിക്കും നിങ്ങളുടെ മതത്തിനും വേണ്ടിയല്ല നിങ്ങൾ ഈ പറയുന്നത്. വേണ്ടിയല്ല ഞാൻ പറയുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിച്ച് ഇതൊരു പ്രശ്നമാക്കിയിട്ട് ഒരാളിനെ ഇടിച്ച് താഴ്ച നിങ്ങൾക്ക് എന്ത് ലാഭം? ഇടിച്ച് താഴ്ത്തുന്നത് എന്നായിരിക്കും ഉദ്ദേശിച്ചത്. ഇത് എഴുതിയിരിക്കുന്നത് ഇടിച്ച് താഴ്ച. നിങ്ങൾക്ക് എന്ത് ലാഭം ആണ് ഉള്ളത്? നിങ്ങൾ ചിന്തിക്കുക. നിങ്ങളെ വെച്ച് കരുവാക്കിയത് ആര്? ഇത് ആദ്യം നിങ്ങൾ ചിന്തിക്കുക. ഓക്കെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരിക്ക് പറഞ്ഞാലുണ്ടല്ലോ, എനിക്കിത് കേട്ടിട്ട് എനിക്ക് തോന്നുന്നത് കുറച്ച് മുളക് അരച്ച് വാരി ഈ എഴുതി എൻ്റെ കണ്ണിൽ പുരട്ടാനാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. നാണം കെട്ട ശവം. എന്തായാലും ഇതിൻ്റെ മറുപടി അങ്ങ് പറയട്ടെ. നിങ്ങൾ ഇത് ആർക്ക് വേണ്ടിയാണ് ഡ്രാമ ഇറക്കുന്നത്? സ്ലീപ്പി ബ്ലാക്ക് ബെറീസ് എന്ന് പറയുന്ന വ്യക്തി എനിക്ക് കുറച്ച് ക്യാഷ് തന്നിട്ടുണ്ടായിരുന്നു. തന്നതിന് ശേഷം എന്നോട് പറഞ്ഞു, ഞാൻ ജസ്ന സലീമിൻ്റെ എനിമിയാണ്, നിങ്ങൾ എനിക്ക് വേണ്ടി ഒരു വീഡിയോ ചെയ്യണമെന്ന്. ഓക്കെ, അങ്ങനെ ഞാൻ ഈ പറയുന്ന സ്ലീപ്പി ബ്ലാക്ക് ബെറീസിന് വേണ്ടിയിട്ടാണ് ജസ്ന സലീം എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ വീഡിയോ ഇറക്കുന്നത്. ഇപ്പം മനസ്സിലായോ ബ്ലാക്ക് ബെറീസെ കാര്യം? അപ്പോൾ ഇനി ബാക്കി ഞാൻ പറയാം. നിങ്ങൾ ഇത് ആർക്ക് വേണ്ടിയാണ് ഈ ഡ്രാമ ഇറക്കുന്നത്? വീണ്ടും ചോദിച്ചിരിക്കുകയാണ്. ഫസ്റ്റ് പറഞ്ഞതിൻ്റെ മറുപടി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ സ്ലീപ്പി ബ്ലാക്ക് ബെറീസ് എന്ന് പറയുന്ന ആൾ ക്യാഷ് തന്നതിൻ്റെ പേരിലാണ് ഞാൻ ഈ ഡ്രാമ ഇറക്കിയത്. രണ്ടാമത് വീണ്ടും അത് തന്നെ അവർ ചോദിച്ചിരിക്കുകയാണ്, നിങ്ങൾ ഇത് ആർക്ക് വേണ്ടിയാണ് ഈ ഡ്രാമ ഇറക്കുന്നത് എന്ന് ചോദിച്ചിരിക്കുന്നു. അത് രണ്ടാമത്തതിൻ്റെ മറുപടി പറയുകയാണ്, നിൻ്റെ അച്ഛൻ എനിക്ക് കുറച്ച് പൈസ തന്നു. അച്ഛനോ ബാപ്പയോ അപ്പച്ചനോ ആരാണെന്നറിയില്ല, എന്തായാലും നിൻ്റെ തന്തയുടെ സ്ഥാനത്ത് നിൽക്കുന്ന ആളെനിക്ക് കുറച്ച് ക്യാഷ് തന്നിട്ട് എന്നോട് കരഞ്ഞ് കാല് പിടിച്ച് അപേക്ഷിച്ചു ഇങ്ങനെ ഒരു ഡ്രാമ ഇറക്കണമെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇറക്കുന്നത്. മനസ്സിലായോ? ഇനി ബാക്കി. നിങ്ങൾക്ക് ആരെങ്കിലും കാശ് തന്ന് നിങ്ങളെ കൊണ്ട് പറയിച്ചതാണെങ്കിൽ അങ്ങനെ. പക്ഷേ ഇപ്പോഴും ഞാൻ ഒന്ന് ഉറപ്പിച്ചു പറയാം. അപ്പോൾ ഉറപ്പിച്ചല്ലേ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്? ഇത്രയും നേരം ഒരു ഉറപ്പുമില്ലാതെയാണോ പറഞ്ഞുകൊണ്ടിരുന്നത്? എന്തായാലും ഉറപ്പിച്ച് പറയുന്ന കേൾക്കാം. നിങ്ങളുടെ ജാതിക്കും നിങ്ങളുടെ മതത്തിനും വേണ്ടിയല്ല നിങ്ങൾ ഈ പറയുന്നത്. പിന്നെ ഇവൻ്റെ തന്തയ്ക്കും തള്ളയ്ക്കും വേണ്ടിയിട്ടോ.
എൻ്റെ ജാതിക്കും മതത്തിനും വേണ്ടിയിട്ടല്ല ഞാൻ ഈ പറയുന്നതെന്നാണ് ഇവർ പറയുന്നത്. ഹണി ട്രാപ്പാണോ ഉദ്ദേശിക്കുന്നത്? ഇത് ഏതെങ്കിലും ഹണി ട്രാപ്പുകാരി എഴുതിച്ചതാണോടെ നിങ്ങൾ ഈ പറയുന്നത്? നിങ്ങളുടെ ജാതിക്കും നിങ്ങളുടെ മതത്തിനും വേണ്ടി അല്ല നിങ്ങൾ ഈ പറയുന്നത്. പിന്നെ വീണ്ടും എഴുതിയിരിക്കുകയാണ്, വേണ്ടിയല്ല ഞാൻ പറയുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിച്ച് ഇതൊരു പ്രശ്നമാക്കിയിട്ട് ഒരാളിനെ ഇടിച്ച് താഴ്ച നിങ്ങൾക്കെന്ത് ലാഭം? അതായത് ഞാൻ ഈ പറയുന്നത് എനിക്ക് വേണ്ടിയിട്ടല്ലെന്നാണ് പറയുന്നത് കേട്ടോ. നിങ്ങൾ ഈ പറയുന്നത് വേണ്ടിയിട്ടല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിച്ച് ഇതൊരു പ്രശ്നമാക്കിയിട്ട് ഒരാളിനെ ഇടിച്ച് താഴ്ച ഇതൊക്കെ അക്ഷരത്തെറ്റല്ലാതെ ദയവ് ചെയ്ത് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരാൾ എഴുതുന്നത് പോലെയാണ് എനിക്കിത് ഫീൽ ചെയ്യുന്നത്. കാരണം കുറേ അക്ഷരത്തെറ്റ് മാത്രമേ ഉള്ളടേ. ഇതെന്ത് മലയാള അക്ഷരം പോലും വായിക്കാൻ അറിയില്ലെങ്കിൽ പള്ളിക്കൂടത്തിൻ്റെ തിണ്ണയിൽ മഴ പെയ്തപ്പോൾ ഒന്ന് കയറിയെങ്കിലും നിന്നൂടായിരുന്നോ? എങ്കിൽ മലയാള അക്ഷരമെങ്കിലും ആരെങ്കിലും പഠിപ്പിക്കുന്നത് കേട്ടെങ്കിലും എഴുതാമായിരുന്നല്ലോ. ആദ്യം ഒരു കമൻറ്റ് ഇങ്ങനെ ഇത്രയും വലിയ കാര്യമായിട്ടൊക്കെ എഴുതുമ്പോഴുണ്ടല്ലോ കുറച്ച് അക്ഷരത്തെറ്റ്. ഇത് ഒന്നും വായിക്കാൻ പറ്റുന്നില്ലല്ലേ. നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഈ കമൻ്റ് ഒന്ന് വായിച്ച് നോക്കണം കേട്ടോ. ഇത്രയും വൃത്തികെട്ട ഒരു അക്ഷരം എനിക്ക് തോന്നുന്നു ഇത് ഏതോ 9ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ള ആളായിരിക്കും എഴുതിയിട്ടുള്ളത്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അക്ഷരത്തെറ്റ് എഴുതോ ഇന്നത്തെ കാലത്തും? നോക്ക്, നിങ്ങൾ ഈ പറയുന്നത് വേണ്ടിയല്ല ഞാൻ പറയുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിച്ച് ഇതൊരു പ്രശ്നമാക്കിയിട്ട് ഒരാളിന് ഇടിച്ച് താഴ്ച നിങ്ങൾക്ക് എന്ത് ലാഭം? എനിക്ക് ഒരുപാട് ലാഭമുണ്ട്, ഒരുപാട് ലാഭം. പിന്നെ എഴുതിയിരിക്കുന്നത്, ആണുള്ളത് നിങ്ങൾ ചിന്തിക്കുക. ഓ, നിങ്ങൾക്ക് എന്ത് ലാഭം ആണുള്ളത് നിങ്ങൾ ചിന്തിക്കുക. മതിയോ ചിന്തിച്ചത്? പിന്നെ നിങ്ങളെ വെച്ച് കരുവാക്കിയത് ആര്? നിന്റെ തന്ത. ഈ കമൻ്റ് എഴുതിയിരിക്കുന്നത് ആരാണെന്ന് വെച്ചാൽ അവരുടെ തന്തയാണ് എന്നെ വച്ച് കരുവാക്കിയത്. അത് ആദ്യം നിങ്ങൾ ചിന്തിക്കുക. മതിയോ? ചിന്തിച്ചു കേട്ടോ. ഓക്കെ 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 എന്നൊക്കെ പറഞ്ഞിരിക്കുന്നു. സത്യം പറഞ്ഞാലുണ്ടല്ലോ, ഈ കമൻ്റ് എഴുതിയിരിക്കുന്നവനെ എൻ്റെ കയ്യിൽ സ്ലീപ്പി ബ്ലാക്ക്ബെറീസ് എന്നാണ് പേര് പറഞ്ഞിരിക്കുന്നത്. 44 മിനിറ്റ്സ് ആയതേ ഉള്ളൂ ഇപ്പോൾ ഈ കമൻ്റ് ഇട്ടിട്ട്. സമയം രാത്രി 11:36. ഇതാണ് ഇപ്പോൾ ഈ ഒരു ടൈം എന്ന് പറയുന്നത്. എന്തായാലും ഈ ഒരു കമൻ്റ് ഒരു മുസ്ലിം മത വിഭാഗത്തിൽപ്പെടുന്ന ഒരാളല്ല ഉറപ്പായിട്ടും ഈ ഒരു കമൻ്റ് ഇട്ടിരിക്കുന്നത് എന്ന് നമുക്ക് വായിച്ചാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. കാരണം അവരുടെ സംസാരത്തിൻ്റെ രീതി ഒന്ന് വേറെയാണ്, നമ്മുടേതും വേറൊരു രീതിയാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇതാരായിരിക്കും ഇട്ടിരിക്കുന്നതെന്ന്. പകുതി ഹിന്ദു പകുതി മുസ്ലിം അങ്ങനെയായിട്ടുള്ള ആളുകൾക്കും ഇടാമല്ലോ. ലോ. അപ്പോൾ ഇട്ടിരിക്കുന്നത്, നിങ്ങളിത് ആർക്ക് വേണ്ടിയാണ് ഡ്രാമ ഇറക്കുന്നത്? നിങ്ങളിത് ആർക്ക് വേണ്ടിയാണ് ഡ്രാമ ഇറക്കുന്നത്? ആവശ്യമുണ്ടോ നിങ്ങൾക്ക്? ആരെയെങ്കിലും കാശ് തന്ന് നിങ്ങളെ കൊണ്ട് പറയിച്ചതാണെങ്കിൽ അങ്ങനെ. പക്ഷേ ഇപ്പോഴും ഞാനൊന്ന് ഉറപ്പിച്ചു പറയാം, നിങ്ങളുടെ ജാതിക്കും നിങ്ങളുടെ മതത്തിനും വേണ്ടിയല്ല നിങ്ങൾ ഈ പറയുന്നത്. നിങ്ങളുടെ ജാതിക്കും നിങ്ങളുടെ മതത്തിനും ഞാൻ പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിച്ച് ഇതൊരു പ്രശ്നമാക്കിയിട്ട് ഒരാളിനെ ഇടിച്ച് താഴ്ച നിങ്ങൾക്ക് എന്ത് ലാഭം ആണുള്ളത്? നിങ്ങൾ ചിന്തിക്കുക. നിങ്ങളെ വെച്ച് കരുവാക്കിയത് ആര്? ആദ്യം നിങ്ങൾ അതൊക്കെ ചിന്തിക്കുക. ഓക്കെ എന്നാണ് പറയുന്നത്. വളരെയധികം ഭംഗിയായിട്ട് ചിന്തിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ പറയുന്നു, ഈ കമൻ്റ് ഇട്ടിരിക്കുന്നത് ഞാൻ ആരെ ഉദ്ദേശിച്ചാണോ വീഡിയോ ഇട്ടത് അവരുടെ കയ്യിൽ നിന്നും പണം പറ്റി തീട്ടം ഇങ്ങനെ വടിച്ച് നക്കിയ ആരോ ആണ് ഈ കമൻറ്റിന് പിന്നിലെന്നേ ഞാൻ പറയത്തുള്ളൂ. അതായത് ആർക്കാണോ എൻ്റെ ഈ വീഡിയോകൾ നന്നായിട്ടിങ്ങനെ കൊണ്ട് കയറിയത് അവർ ആരെയെങ്കിലും സ്വാധീനിച്ച് ഇച്ചിച്ചി നക്കാൻ പൈസ കൊടുത്തിട്ട് അത് മേടിച്ച് ഇങ്ങനെ ഇച്ചിച്ചി തൊട്ട് നക്കിക്കൊണ്ടിരിക്കുന്ന ആരോ ആണ് ഈ ഒരു കമൻ്റ് ഇട്ടതെന്നാണ് ഞാൻ പറയുന്നത്. ഇനി അതല്ലെന്നുണ്ടെങ്കിൽ ഫേക്ക് ഐഡിയിൽ വന്നിട്ട് ഈ പറയുന്ന വ്യക്തി, പ്രസ്തുത വ്യക്തി തന്നെ ആയിരിക്കണം ഈ കമൻ്റ് ഇട്ടിട്ടുള്ളത്. അക്ഷരത്തെറ്റ് നന്നായിട്ടുണ്ട്. അക്ഷരത്തെറ്റ് നല്ല ഭംഗിയായിട്ടുള്ളത് കൊണ്ടാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ എന്തായാലും ഈ കമൻ്റ് ഇട്ട കമൻ്റോളികളോട് പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, ഞാനെന്ന് പറയുന്ന വ്യക്തി പക്കാ ഹിന്ദുവാണ്. ഓക്കെ, എൻ്റെ അപ്പനും അമ്മയും അമ്മൂമ്മയും എന്ന് വേണ്ട, എനിക്കറിയാവുന്ന എൻ്റെ തലമുറയിൽപ്പെട്ട എൻ്റെ കുഞ്ഞുങ്ങളും ഉൾപ്പെടെയുള്ള എല്ലാവരും ഹിന്ദുക്കളാണ്. എൻ്റെ ജാതിയിലുള്ള ഹിന്ദു അല്ലാത്തതായിട്ടുണ്ടെന്ന് പറയാൻ
എൻ്റെ ഒരു വല്യച്ഛൻ വിവാഹം കഴിച്ചിരിക്കുന്നത് ഒരു ക്രിസ്ത്യാനിറ്റിയിലുള്ള ഒരാളിനെയാണ്. അതല്ലാത്ത പക്ഷം എൻ്റെ ഫാമിലി മുഴുവനും ഹിന്ദുക്കളാണ്. അല്ലാതെയുള്ളതായിട്ട് ആരുമില്ല. നമ്മൾ അവരെ ആരുമായിട്ടും ഒരു സഹകരണവും ഇല്ല. വല്ലപ്പോഴും എന്തെങ്കിലും വിശേഷത്തിന് കണ്ടുപോകുന്നു, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് നമ്മൾ ഫുള്ള് ഹിന്ദുക്കളാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഞാനിതാർക്കു വേണ്ടി വീഡിയോ ചെയ്യുന്നു എന്നുള്ള ചോദ്യം മേലിൽ പറഞ്ഞു പോകരുത്. മനസ്സിലായില്ലേ? എനിക്കങ്ങനെ ആർക്കും വേണ്ടി സംസാരിക്കേണ്ട കാര്യമില്ല. ഹിന്ദുവായ എനിക്ക് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ജസ്ന സലീം എന്ന് പറയുന്ന താടക കാണിച്ചിട്ടുള്ള വൃത്തികേടുകൾക്കെതിരെയാണ് ഞാൻ വീഡിയോ ചെയ്തത്. അവൾ വരച്ചിട്ടുള്ള കാർട്ടൂൺ കണ്ണനെ വെച്ചിട്ടല്ല ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളത്. അവൾ റീൽസ് ഇടുന്നു. നമ്മുടെ ശ്രീകൃഷ്ണ ഭഗവാൻ എന്ന് നമ്മൾ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന നമ്മുടെ സാക്ഷാൽ ഗുരുവായൂരപ്പൻ്റെ അണിയിച്ചൊരുക്കിയ വിഗ്രഹത്തിൽ അവളുടെ പല്ല് തേക്കാത്ത വാ കൊണ്ട് അവൾ അവൾ ചുംബിക്കുന്നു. അതിനെയൊക്കെയാണ് ഞങ്ങൾ റിയാക്ട് ചെയ്തത്. മറ്റുള്ളവരെ പച്ചയ്ക്ക് തെറി വിളിച്ചും പുഴുത്ത അപരാധം കൊണ്ട് കൈകഴിയും സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇല്ലാത്ത ഗർഭമുണ്ടാക്കുകയും അതുപോലെ ഇല്ലാത്ത കാമുകന്മാരെയും ഹണി ട്രാപ്പുകളെയൊക്കെ വലിച്ചിഴയ്ക്കുകയും ചെയ്ത ആ ഒരു വ്യക്തിയുടെ ക്യാരക്ടറിനെയാണ് ഞങ്ങൾ തുറന്നു കാണിച്ചത്, അല്ലാണ്ട് മറ്റൊന്നുമല്ല. പിന്നെ എനിക്ക് ആര് പൈസ തന്നു അല്ലെങ്കിൽ ആര് സ്വാധീനിച്ചിട്ടാണ് ഞാനിത് പറയുന്നത്, ഞാൻ എൻ്റെ മതത്തിന് വേണ്ടിയിട്ടല്ല, എൻ്റെ ജാതിക്ക് വേണ്ടിയിട്ടല്ല ഞാൻ സംസാരിക്കുന്നതെന്ന് പറയാൻ നിൻ്റെ തന്തയാണ് നായിൻ്റെ മോനെ എന്നെ ഏർപ്പാടാക്കിയിരിക്കുന്നത്. ഈ ഒരു ഭാഷ എനിക്ക് സംസാരിക്കണമെന്ന് വിചാരിച്ചതേ അല്ല. ഈ കമൻ്റ് ഇട്ടത് പെണ്ണാണെങ്കിലും ആണാണെങ്കിലും ഇതേ എനിക്ക് ചോദിക്കാനുള്ളൂ. കാരണം രാവും പകലും ഹൃദയത്തിൽ ഞാൻ എൻ്റെ ദൈവങ്ങളെ കൊണ്ട് നടക്കുന്നൊരു വ്യക്തിയാണ്. ഓക്കെ, മറ്റുള്ളവരെ പോലെ തട്ടമെടുത്ത് ഇങ്ങോട്ട് കയറ്റിയിട്ട് ജനങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ട് ബിസിനസ് നടത്താൻ വേണ്ടിയിട്ടും തട്ടം ഇങ്ങോട്ട് ഊരി എറിഞ്ഞിട്ട് മറ്റുള്ളവരുടെ ബിസിനസ് ശ്രദ്ധ പിടിച്ചു പറ്റി ഇൻ്റർവ്യൂകളും കൊടുത്തിട്ട് മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റി ബിസിനസ് കൊഴുപ്പിക്കാനും നടക്കുന്ന ഒരു വ്യക്തിയല്ല ഞാൻ. ഓക്കെ, അതാദ്യം മനസ്സിലാക്കിയാൽ മതി. അല്ലാണ്ട് ഇങ്ങനെ വന്നിട്ട് ഇമാതിരി തരികിട സംസാരം കൊണ്ട് ഇങ്ങോട്ട് വരരുത്. പിന്നെ ഞാൻ സംസാരിക്കുന്നത് എൻ്റെ മതത്തിന് വേണ്ടിയിട്ടോ അതുപോലെ തന്നെ എൻ്റെ മതത്തിന് വേണ്ടിയിട്ടോ അതുപോലെ തന്നെ എൻ്റെ ജാതിക്ക് വേണ്ടിയിട്ടോ അല്ല എന്ന് പറയാനാണെങ്കിൽ ഞാൻ ഹണി ട്രാപ്പിൽ പെടുത്തുന്ന ആളാണോ? ഞാൻ ആരെയും പണം തട്ടാൻ വേണ്ടിയിട്ട് എന്ത് പോക്കൃത്തരത്തിനും വഴിയൊരുക്കുന്ന ഒരു വ്യക്തിയല്ല ഞാൻ. അതെന്നെ അറിയാവുന്നവർക്കറിയാം. പിന്നെ ഇതുപോലെയുള്ള കമൻറ്റുകൾ ഇട്ടിട്ട് ഇടിയിച്ചിട്ട്, ഒന്നുകിൽ ഇട്ടിട്ട് അല്ലെങ്കിൽ ഇടിയിച്ചിട്ട് എൻ്റെ വായിൽ നിന്ന് എന്തെങ്കിലും വീണ് കഴിയുമ്പോൾ അതുകൊണ്ടുപോയി കള്ളക്കേസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ചില പെരുങ്കള്ളികൾ ചെയ്യുന്ന പൊറാട്ട് നാടകമാണോ ഈ കമൻറ്റിന് പിന്നിലുള്ളതെന്നും ഞാൻ വളരെയധികം സംശയിക്കുന്നു. അരിയാഹാരം കഴിക്കുന്ന ആർക്ക് വേണേലും അത് സംശയിക്കാൻ പറ്റും. എൻ്റെ ഈ ചാനൽ തുടങ്ങിയതിന് ശേഷം ഈ ഒരു ഐഡിയിൽ നിന്നും വരുന്ന ഫസ്റ്റ് കമൻ്റാണിത്. ഞാൻ ഈ പെണ്ണുപിള്ളയെ പറ്റി ഒരുപാട് വീഡിയോകളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോഴൊന്നും ഇതുപോലെ ഒരു കമൻറ്റ് വന്നിട്ടില്ല. ഇസ്ലാം മത വിഭാഗത്തിൽപ്പെട്ട ആളുകളിൽ നിന്ന് പോലും സപ്പോർട്ടായിട്ടുള്ള കമൻറ്റുകൾ മാത്രമേ വന്നിട്ടുള്ളൂ. അതുപോലെ ഹിന്ദുസിൽ നിന്നും വളരെയധികം സപ്പോർട്ടായിട്ടുള്ള കമൻറ്റുകൾ മാത്രമേ വന്നിട്ടുള്ളൂ. ഇവളുടേതാണെന്ന് തെറ്റിദ്ധരിക്കുന്ന അല്ലെങ്കിൽ ഇവളുടെ PR വർക്ക് ചെയ്യുന്ന ചില പാവാട വള്ളികൾ മാത്രമാണ് ചിലപ്പോൾ വന്നിട്ട് എന്തെങ്കിലും ഒരു മുഞ്ഞാ പറഞ്ഞങ്ങ് പോകുന്നത്. അല്ലാണ്ട് ആരും ഒരു തരത്തിലുള്ള മോശം കമൻറ്റുകളും ഇടാറില്ല. അത്രയും മാന്യമായിട്ടുള്ള സബ്സ്ക്രൈബേഴ്സാണ് എനിക്കുള്ളതെല്ലാം. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒന്നുകിൽ 9ാം ക്ലാസ് വരെ പഠിക്കാത്ത, അതുവരെ മാത്രം പഠിച്ചിട്ടുള്ള ഏതോ പള്ളിക്കൂടത്തിൻ്റെ തിണ്ണ കണ്ടിട്ടില്ലാത്ത വ്യക്തി ഇട്ട കമൻ്റ് ആവാനാണ് ചാൻസ്. കാരണം എന്താണെന്ന് വെച്ചാൽ കമൻറ്റിനൊന്നും ഒരു വൃത്തിയില്ല. സാധാരണ നമ്മൾ ഒരു കമൻ്റ് ഇടുമ്പോൾ ഫുൾ സ്റ്റോപ്പ് ഇടേണ്ടടുത്ത് ഇട്ട് തന്നെയാണ് എഴുതി പോകുന്നത്. അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് താഴെ ആയിട്ട് വേണമെങ്കിലും നമ്മളൊന്ന് ടൈപ്പ് ചെയ്യും, താഴെ ആയിട്ടെങ്കിലും. ഇത് എല്ലാം നിരത്തി ഇങ്ങനെ എഴുതി വച്ചിരിക്കുകയാണ്. മലയാള അക്ഷരം പോലും ചൊവ്വ എഴുതാൻ അറിയില്ലാത്ത ഏതോ തെണ്ടി നാറിച്ചെറ്റയാണ് അത് എഴുതിയിരിക്കുന്നതെന്നുള്ള കാര്യം വ്യക്തമാണ്. അപ്പോൾ എന്തായാലും ഈ കമൻ്റ് ഇട്ട ആളുകളോട് പറയാനുള്ളതാണ്, വേറെ പോയി കറങ്ങ്, നിങ്ങൾക്ക് ആൾ മാറിപ്പോയി. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിൽ കൂടുതലായിട്ടൊന്നും ഒന്നും പറയാനില്ല. കാരണം ഇതിൽ കൂടുതൽ നമുക്ക് സംസാരിക്കാൻ പറ്റും. പക്ഷേ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ വീഡിയോകൾ നമ്മൾ മാത്രമല്ല കാണുന്നത്, മറ്റു പലരും കാണും. അപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള കച്ചറ തൊട്ടികൾക്ക്
എന്ത് ആര് പറഞ്ഞാലും അവർക്കൊക്കെ അത് അമൃതാണ്. അതായത് ഈ ഇതുപോലെയുള്ള കച്ചറ ലുക്കുള്ള ആളുകൾക്ക്, ഈ കച്ചറ ടീംസുകൾക്ക് എങ്ങനെയെന്ന് വെച്ചാൽ, തൊട്ടിയില്ലേ, തൊട്ടി കക്കൂസിൽ കൊണ്ടുപോകണ തൊട്ടിക്കകത്ത് പാൽപ്പായസം ഒഴിച്ചു കൊടുത്താൽ നല്ല ടേസ്റ്റാന്ന് പറഞ്ഞ് ഇറക്കിക്കോളും. പക്ഷേ ആ ഒരു തൊട്ടിയുടെ പുറത്ത് എത്ര പാൽപ്പായസമാണ് ഒഴിക്കുന്നതെങ്കിലും ആ തൊട്ടി ബാത്റൂമിൽ കൊണ്ടുപോകുന്നതാണെങ്കിൽ അതിനകത്ത് ഒഴിക്കുന്നത് കഴിച്ചുകൂടാ അല്ലെങ്കിൽ കഴിക്കാൻ കൊള്ളില്ല എന്ന് മനസ്സിലാക്കണമെങ്കിലേ അത് അതിൻ്റേതായിട്ടുള്ളേ മൂള വേണം തലയ്ക്കകത്ത്. അപ്പോൾ എന്തായാലും ഇതുപോലെയുള്ള അമേദ്യം തിന്നുകളുടെ കമൻറ്റുകൾക്ക് റീപ്ലൈ ആയിട്ട് ഞാനൊന്നും എഴുതിയിടുന്നില്ല എന്ന് വിചാരിച്ചു. നേരിട്ട് തന്നെ കൊടുക്കാം മറുപടി എന്ന് കരുതിയത് കൊണ്ടാണ് നേരിട്ട് തന്നെ വന്നത്. എന്തായാലും അണ്ണാക്കിൽ കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പം മിണ്ടാണ്ട് പോയി കിടന്ന് ഉറങ്ങിക്കോ. ഇനി ഇതുപോലുള്ള കമൻറ്റുകളുമായിട്ട് വന്നാലുണ്ടല്ലോ, ഇതൊന്നും ആയിരിക്കില്ല ചിലപ്പോൾ ഞാൻ പറയുന്നത്. നിങ്ങൾ ഇതുപോലെ കമൻറ്റ് ഇട്ടുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ എടുത്ത് റിയാക്ട് ചെയ്യുകയും ചെയ്യും. പിന്നെ അതുമാത്രമല്ല, അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിടും. പിന്നെ അതും മാത്രമല്ല, ഫേക്ക് ഐ ഡിയിലാണ് നിങ്ങൾ വരുന്നതെന്ന് എനിക്കറിയാം. കാരണം നിങ്ങൾക്ക് നല്ല മെമ്മറി ഉണ്ട്. നിങ്ങളൊക്കെ ഹണി ട്രാപ്പിൽ ഉൾപ്പെടുന്ന ആളുകളാണെങ്കിലും ഉൾപ്പെട്ടിട്ടുള്ള ആളുകളാണെങ്കിലും നിങ്ങൾക്കൊക്കെ തലയ്ക്കകത്ത് ആളുണ്ട്. അങ്ങനെ തലയ്ക്കകത്ത് കുറച്ച് അതിബുദ്ധി ഉള്ളതുകൊണ്ടാണല്ലോ നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാൻ തോന്നുന്നത്. അപ്പോൾ നിങ്ങൾ അതുകൊണ്ട് ഫേക്ക് ഐ ഡിയിൽ മാത്രമേ വരുള്ളൂ. പക്ഷേ ആ ഫേക്ക് ഐ ഡിയിലാണ് വരുന്നതെങ്കിലും ഞാൻ നിങ്ങളെ പരമാവധി എന്തൊക്കെ പറയുന്നു എനിക്ക് തന്നെ അറിയില്ല. അപ്പോൾ എന്തായാലും ഇതുപോലെ ഫേക്ക് ഐ ഡിയുമായിട്ട് വരാതിരുന്നാൽ നിങ്ങളുടെ തന്തയ്ക്കും തള്ളയ്ക്കും വിളി വെറുതെ അവരെ കേൾപ്പിക്കാതിരിക്കുക. ഓക്കെ, നിങ്ങളെ കഷ്ടപ്പെട്ട് ജനിപ്പിച്ച് ഇത്രയും കഷ്ടപ്പെട്ട് വളർത്തി, നിങ്ങൾ നല്ലതോ കെട്ടതോ എന്തോ ആയിക്കോട്ടെ വളർത്തി വിടുന്ന പാരൻസിനെ മറ്റുള്ളവരെ കൊണ്ട് വിളിപ്പിക്കാതിരിക്കുക. അതാണ് നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും നല്ല പ്രവൃത്തി. നിങ്ങളവരെ വയസ്സാം കാലത്ത് നോക്കിയില്ലെങ്കിലും സംരക്ഷിച്ചില്ലെങ്കിലൊന്നും ഒരു തെറ്റുമില്ല. പക്ഷേ കഷ്ടപ്പെട്ട് വളർത്തുന്ന മാതാപിതാക്കളെ മറ്റുള്ളവരെ കൊണ്ട് തന്തയ്ക്കും തള്ളയ്ക്കും വിളിപ്പിക്കാതിരിക്കുക. ആ ഒരു മര്യാദയെങ്കിലും കാണിക്കുക. അത്രയേ ഉള്ളൂ പറയാനായിട്ട്. വിളിപ്പിക്കുന്നതിന് നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ വിളിക്കുന്നതിന് എനിക്ക് ഒട്ടുമില്ല. അപ്പോൾ ഓക്കെ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും എല്ലാം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച നാറിയ കരങ്ങൾ ആരതാണെങ്കിലും അധിക നാളൊന്നും ആ കരങ്ങൾ വളയ്ക്കാതിരിക്കട്ടെ. ഞാൻ ദൈവത്തിങ്കലെല്ലാം അർപ്പിക്കുന്ന ഒരു വ്യക്തിയാണ്. അത്രയേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്തോളൂ. ഇനി മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബായ്.